Hi everyone. ഇന്ന് നമ്മൾ എടുക്കുന്ന ലെസൺ ക്ലാസ് 7ത്തിലെ ചാപ്റ്റർ നമ്പർ 1 ന്യൂട്രീഷൻ ആൻഡ് പ്ലാന്റ്സ്. ഇത് കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ലെസൺ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹയർ ക്ലാസ്സസിലോട്ടുള്ളൊരു ബേസ് ആയിട്ടുള്ള ലെസൺസ് ആണ് നമ്മൾ ക്ലാസ് 7ത്തിൽ പഠിക്കുന്നത്. സോ നമുക്ക് ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. ലിവിങ് ഓർഗാനിസം സച്ച് എസ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് സർവൈവ് ഓൺ ഫുഡ്. നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചാണ് വളരുന്നത്. എന്തിനാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്? പല പല ആക്ടിവിറ്റീസ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫുഡൊക്കെ കഴിക്കുന്നത്, അല്ലേ? ഇനി ഇപ്പം നമ്മൾ ഈ ഫിഗർ കാണുകയാണെങ്കിൽ നമുക്ക് കാണാം ഈ ഒരു ചെടി, അല്ലേ? ഈ ചെടി എങ്ങനെയാണ് ചെറുതായിട്ട് വളർന്ന് ഗ്രോത്ത് ആണ് ഹാപ്പൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ബേബിയിൽ നിന്ന് നമ്മളൊരു യങ് മാൻ ആയിട്ട് വളരുന്ന കാഴ്ചയും നമുക്ക് കാണാം, അല്ലേ? ഇനി ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെർട്ടൈൻ സബ്സ്റ്റൻസ്, നമ്മുടെ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്ത് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ. ഈ ന്യൂട്രിയൻസ് ഇല്ലെങ്കിൽ നമുക്ക് എന്താ നല്ല രീതിയിൽ ഗ്രോത്ത് ഒന്നും ഹാപ്പൻ ചെയ്യത്തില്ല. എന്തൊക്കെയാണ് ഈ ന്യൂട്രിയൻസ് എന്ന് നോക്കിക്കേ. പ്രോട്ടീൻസ്, വിറ്റാമിൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽസ് ആൻഡ് ഫാറ്റ്. ഇതൊക്കെയാണ് എന്ത് നമ്മുടെ ന്യൂട്രിയൻസ്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഫുഡ് കുക്ക് ചെയ്യുന്നത്? പ്ലാന്റ്സ്, അല്ലേ? നമ്മൾ മെയിൻലി പ്ലാന്റ്സ് കുക്ക് ചെയ്യും, അതുപോലെ തന്നെ ആനിമൽ മീറ്റ് കുക്ക് ചെയ്ത് കഴിക്കും. നോക്കിക്കേ, പ്ലാന്റ് സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്, അല്ലേ? പ്ലാന്റ് സ്വന്തമേ അവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യും. ബട്ട് ആനിമൽസ് എന്ത് ചെയ്യും? വിച്ച് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ആൻഡ് അതർ ആനിമൽസ്. പ്ലാന്റ്സിനെ അല്ലെങ്കിൽ വേറെ ആനിമൽസിനെ അവർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമുക്കറിയാം ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്, വിറ്റാമിൻസ്, മിനറൽസ്, വാട്ടർ. ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം മീൻസ് ക്ലാസ് 6ൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫുഡ് വേർ ഡസ് ഇറ്റ് കം ഫ്രം, ഈ ആ ഒരു ലെസണിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഏതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ് ഫുഡ്, ഏതൊക്കെയാണ് പ്രോട്ടീൻ ഫുഡ്, ടെസ്റ്റുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഫർദർ ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ട, കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ്. എങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സിലെ മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ? ഓക്കെ, nutrition can be defined as the process by which organism take in food and utilizing in order to survive. അല്ലെ, ഫുഡ് എടുക്കുക, അതാണ് എന്ത് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ. ഓർഗാനിസം ടേക്സ് ഫുഡ് ആൻഡ് യൂട്ടിലൈസ് ഇൻ ദ ഓർഡർ ടു സർവൈവ്. ഫുഡിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ വലിച്ചെടുത്തിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ന്യൂട്രിയൻസ്, അല്ലേ? ഇനി രണ്ട് രീതിയിൽ നമുക്ക് ന്യൂട്രീഷൻ ഉണ്ട്. ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് heterotrophic. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ബൈ ദംസെൽഫ്. അവരെയാണ് പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത്. പ്ലാന്റ്സ് എല്ലാവരും ഓട്ടോട്രോഫ്സ് ആണ്, കാരണം അവർക്ക് എന്താണ് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട് പ്ലാന്റ്സിന്. അതുകൊണ്ട് അവരെ നമ്മൾ എന്ത് വിളിക്കും? ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കും. ഹെറ്ററോട്രോഫ് ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ഡിപ്പെൻഡ് ഓൺ അതർ ആനിമൽസ്. വേറെ ആനിമൽസിനെ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലേ? എസ്പെഷ്യലി നമ്മൾ ഹ്യൂമൻ ബീങ്സ് പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നുമാണ് നമ്മുടെ സോഴ്സസ്, അല്ലേ? ഫുഡിന്റെ സോഴ്സസ്. അപ്പോൾ എക്സാമ്പിൾ ഇസ് ആനിമൽസ്. നെക്സ്റ്റ് വൺ, ഹൗ ഡു പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഫുഡ്? എങ്ങനെയാണ് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? പ്ലാന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദ ഹെൽപ്പ് ഓഫ് സെർട്ടൈൻ റോ മെറ്റീരിയൽസ് ദാറ്റ് ദേ ഗ്യാദർ അറൗണ്ട്. മീൻസ് അവരുടെ ചുറ്റുമുള്ള കുറച്ച് റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് ആ ന്യൂട്രിയൻസ് എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, സൺലൈറ്റ്, മിനറൽസ്, ക്ലോറോഫിൽ. ഇതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വിച്ച് ഇസ് റിക്വയർഡ് ടു പ്രിപ്പയർ ഫുഡ് ബൈ ദ പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ നമുക്ക് കാണാം സൺലൈറ്റ്. അതിൽ നിന്ന് നമുക്ക് സൺലൈറ്റ് കിട്ടും, സണ്ണിൽ നിന്ന് സൺലൈറ്റ് കിട്ടും. അത് കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ ക്ലോറോഫിൽ, ഗ്രീൻ പിഗ്മെന്റ്സ് ആണ് ക്ലോറോഫിൽ. ഓക്സിജൻ പുറത്തോട്ട് റിലീസ് ചെയ്യും. അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ ഉള്ളിൽ ഷുഗർ ഫോർമേഷൻ നടക്കും. വാട്ടർ റൂട്ട് വഴി അബ്സോർബ് ചെയ്യും. ദ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഫുഡ് ഇസ് നോൺ ആസ് ഫോട്ടോസിന്തസിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം.
ഓക്കെ, ഇപ്പൊ ഇത് നമുക്ക് കണ്ടത് ഫോട്ടോസിന്തസിസ് തന്നെയാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോഫിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ ആണ് അല്ലെ. നെക്സ്റ്റ്, വേർ ഇസ് ദ ഫുഡ് മെയ്ഡ് ഇൻ ദ പ്ലാന്റ്? പ്ലാന്റിനുള്ള എവിടെയാണ് ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞു, എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ലേ ഫുഡ് പ്രിപ്പറേഷൻ നടക്കുന്നത്. ഫുഡ് എവിടെയായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്? ഫുഡ് ഇസ് പ്രിപ്പയർഡ് ഇൻ ദ ലീഫ്. ലീഫ് ഇസ് ഓൾസോ നോൺ ആസ് ദ ഫുഡ് ഫാക്ടറി. ഫുഡ് ഫാക്ടറി എന്ന് നമുക്ക് ലീഫിനെ വിളിക്കാൻ പറ്റും. ഓക്കെ, ലീഫ് നമ്മുടെ ഫുഡ് ഫാക്ടറി ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ബിക്കോസ് ഫുഡ് ഈസ് പ്രിപ്പയർഡ് ഇൻ ലീഫ്, അതുകൊണ്ടാണ് ഫുഡ് ഫാക്ടറി എന്ന് വിളിക്കുന്നത്. ഡിഫറെൻറ്റ് പാർട്സിലും നമുക്ക് ഈ റോ മെറ്റീരിയൽസ് ഗ്യാദർ ചെയ്യും. അതെവിടെയൊക്കെയാണ്? നമുക്ക് ഇപ്പൊ കപ്പയൊക്കെ കിട്ടുന്നത് റൂട്ടിൽ നിന്നാണ്. റൂട്ട് ഗ്യാദർ ചെയ്യും ഫുഡ് അല്ലെ. ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, ഇതൊക്കെ നമുക്ക് ഫുഡ് തരും. ബട്ട് നമുക്ക് വേണ്ട ഫുഡ് അല്ലെങ്കിൽ പ്ലാന്റിന്റെ ഫുഡ് പ്രിപ്പറേഷൻ നടക്കുന്നത് ലീഫിലാണ്. ഇനി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഇൻ പ്ലാന്റ്സ്. എങ്ങനെയാണ് വാട്ടറും മിനറൽസും ഒക്കെ പ്ലാന്റിനുള്ളിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ദ റൂട്ട് ഓഫ് ദ പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. ആര് അബ്സോർബ് ചെയ്യും? റൂട്ട് സോയിലിൽ നിന്ന് വാട്ടറും മിനറൽസും ഒക്കെ അബ്സോർബ് ചെയ്യും. ആൻഡ് ദെൻ ട്രാൻസ്പോർട്ട് ദം ടു ദ ലീഫ്. അതിനുശേഷം ലീഫിലോട്ട് കൊടുക്കും. ലീഫിൽ നിന്ന് അത് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് സ്റ്റെമ്മിലോട്ടും ബ്രാഞ്ചിലോട്ടും ഒക്കെ ആയിട്ട് സപ്ലൈ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. ഇനി ഇൻഹലേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. എങ്ങനെയാണ് പ്ലാന്റ്സ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നത്? അതെങ്ങനെയാണ്? ദർ ആർ ടൈനി ഹോൾസ് ആൻഡ് പോർസ് പ്രസന്റ് ഇൻ ദ സർഫസ് ഓഫ് ദ ലീഫ്. ഒരു ലീഫിന്റെ സർഫസ് നമ്മൾ സൂം ചെയ്തെടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. അവിടെ എന്തുണ്ടാവും? സ്റ്റൊമാറ്റ ആണ് എന്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് സ്റ്റൊമാറ്റയിലൂടെയാണ്. അപ്പൊ നമുക്ക് പറയാം സ്റ്റൊമാറ്റയിലൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഒക്കെ നമ്മുടെ പ്ലാന്റിന്റെ ഉള്ളിൽ നിന്നും പുറത്തോട്ടും ഒക്കെ പോകുന്നത്. ഓക്കെ, സ്റ്റൊമാറ്റയിൽ ഗാർഡ് സെൽസ് ഉണ്ട്. അതൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സസിൽ എത്തുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. 9th 10th ഒക്കെ ആവുമ്പോഴേക്കും. ഓക്കെ, ഇനി അടുത്ത പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ ഇൻ ലീഫ്. എന്തുകൊണ്ടാണ് ലീഫുകളിൽ ക്ലോറോഫിൽ ഉള്ളത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് എന്തുകൊണ്ടായിരിക്കും? ക്ലോറോഫിൽ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ കളർ പിഗ്മെന്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഗ്രീൻ കളർ പിഗ്മെന്റ് പ്രസന്റ് ഇൻ ദ ലീഫ് അല്ലെ. ലീഫിലുള്ള ഗ്രീൻ കളർ പിഗ്മെന്റ് ആണ് എന്ത്? നമ്മുടെ ക്ലോറോഫിൽ എന്ന് പറയുന്നത് അല്ലെ. ക്ലോറോഫിൽ നോട്ട് പ്രൊവൈഡ് ഗ്രീൻ കളർ ടു ദ ലീഫ് ബട്ട് ഓൾസോ ഗ്രീൻ കളർ മാത്രമല്ല കൊടുക്കുന്നത്, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഫോട്ടോസിന്തസിസ്. നിങ്ങൾ അപ്പോൾ പോയിന്റ് പറയുമ്പോൾ ഈ പോയിന്റ് കൂടി ചേർത്ത് പറയണം. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ photosynthesis. Okay, chlorophyll capture the sunlight along with the raw materials prepared the food in the leaf. Chlorophyll സൺലൈറ്റ് വലിച്ചെടുത്തിട്ട് റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, സൺലൈറ്റ് ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് മുന്നേ പറഞ്ഞു. ദിസ് പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് occurs in daytime. ഡേ ടൈമിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് രാത്രി സൂര്യനില്ല, അപ്പൊ സൺലൈറ്റ് കിട്ടത്തില്ല. സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫോട്ടോസിന്തസിസ് എപ്പോഴാണ് occur ചെയ്യുള്ളൂ? ഡ്യൂറിങ് ദ ഡേ ടൈം. ഓക്കെ, ഇനി ഫോട്ടോസിന്തസിസ്. ഓക്കെ, ഫോട്ടോ മീൻസ് ലൈറ്റ്. ഓക്കെ, സിന്തസിസ് മീൻസ് ദാറ്റ് പ്രോസസ് ആയിരിക്കും. ഓക്കെ, ഇനി വൈ സൺ ഇസ് കോൾഡ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി. എന്തുകൊണ്ടാണ് സണ്ണിന് നമ്മൾ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്? ബിക്കോസ് നമുക്കറിയാം നമുക്ക് സോളാർ എനർജി നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യും. ഹെർബിവോറസ് ആനിമൽസ് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെ. ആനിമൽസ് ദാറ്റ് ഡു നോട്ട് ഈറ്റ് പ്ലാന്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ഹെർബിവോറസ് ആനിമൽസ്. Therefore, all living organisms directly or indirectly need energy from the sun. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സണ്ണിന്റെ എനർജി കിട്ടില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അല്ലെ. ഈ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ്, പ്ലാന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ്, ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലോട്ട് സൺലൈറ്റിന്റെ എഫക്റ്റ് നമ്മുടെ ബോഡിയിലോട്ട് ഉണ്ടാവും അല്ലെ. ഇൻഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് പറയുന്നത്. മീൻസ് എല്ലാവരും ഡിപ്പെൻഡന്റ് ആണ്. ഓരോന്നിനും ഡിപ്പെൻഡന്റ് ആയിട്ടാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ഇനി സെൽസ് ഇൻ ലിവിങ് ഓർഗാനിസം. സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈനി സ്ട്രക്ചർ. ഓൾ ഓർഗാനിസം ആർ മെയ്ഡ് അപ്പ് ഓഫ് എ ടൈനി സ്ട്രക്ചർ കോൾഡ് സെൽ. എല്ലാ ഓർഗാനിസത്തിന്റെയും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. സം ഓർഗാനിസം കണ്ടെയ്ൻ വൺ സെൽ. ചിലതിന് ഒരു സെല്ലേ കാണുള്ളൂ. ബട്ട് നമ്മൾ മനുഷ്യന്മാർ, അതുപോലെ തന്നെ വലിയ വലിയ ആനിമൽസ്, ഇവർക്കൊക്കെ എന്താണ്ടാവും? ധാരാളം സെൽസ് ഒക്കെ ചേർന്നിട്ടാണ് ഒരു ഹ്യൂമൻ ബോഡി ഉണ്ടായി മാറുന്നത്.
Okay, the nucleus. അപ്പോൾ സെൽ ഡിഫറെൻറ്റ് പാർട്സ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സെല്ലിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണ്? ന്യൂക്ലിയസ്, സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം. അപ്പോൾ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എവറി സെൽ ഹാസ് എ പ്രസൻറ്റ് സെൻറ്റർ. സെല്ലിൻ്റെ സെൻറ്റർ ആണെന്ന് എന്ത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അവിടെയാണ് എല്ലാ ഫങ്ഷൻസും പെർഫോം ചെയ്യുന്നത്. ദ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ദ ഔട്ടർ ബൗണ്ടറി വിച്ച് പ്രൊട്ടക്ട് ദ സെൽ ഇസ് കോൾഡ് ദ സെൽ മെംബ്രെയിൻ. ഓക്കെ, സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് എന്താണ്? എവറി സെൽ ഹാസ് എ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ജെൽ ലൈക്ക് സബ്സ്റ്റൻസ്. ആ സർഫസ് ആണ് നമ്മുടെ സൈറ്റോപ്ലാസം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. അതിൻ്റെ ഒരു ഇമേജ് നമുക്ക് കാണും, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവം. കണ്ടോ, ഈ ഫിഗർ നോക്കിക്കേ, സൈറ്റോപ്ലാസം അല്ലേ? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് നോക്കിക്കേ, ഈ ഒരു സർഫസ്, ഈ ഒരു ലൈറ്റ് ബ്ലൂ കളർ സർഫസിനെയാണ്, അതാണ് നമ്മുടെ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ സെന്റർ വേർ ഓൾ ദ ഫങ്ഷൻസ് ആർ ടേക്കിംഗ് പ്ലേസ് അല്ലേ? സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഔട്ടർ ബൗണ്ടറി. ഓക്കെ, ബൗണ്ടറി എന്ന് നമുക്ക് പറയാം. മൈറ്റോകോൺട്രിയ ഒക്കെ കുറച്ച് സെൽ ഓർഗനൽസ് ആണ്, അതിനെപ്പറ്റി നമ്മൾ അടുത്തടുത്ത സ്ലൈഡുകളിൽ പറയും. ഓക്കെ, സെൽ ഓർഗനൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ ഉള്ള കുറച്ച് സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, ഓർഗനൽസ് ആണ് സെൽ ഓർഗനൽസ്. അതിന് സ്പെഷ്യൽ ഫങ്ഷൻസ് ഉണ്ടാവും. ഓരോ ഓർഗനൽസിനും ഓരോ ഫങ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഓരോ ഓർഗനൽസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയാണ് എനർജി കൊടുക്കുന്നത്, സെല്ലിന് ധാരാളം ഫങ്ഷൻസ് ചെയ്യാനുള്ള എനർജി കൊടുക്കുന്നത് മൈറ്റോകോൺട്രിയ. അടുത്ത എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിന്റെ ജോലി എന്താണ്? പ്രൊഡ്യൂസസ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസും ലിപ്പിഡ്സും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഗോൾഗി അപ്പാരറ്റസ് എന്തിന് ഹെൽപ്പ് ചെയ്യും? ഹെൽപ്സ് ഇൻ എക്സ്പോർട്ടിംഗ് മെറ്റീരിയൽസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സെൽ. അടുത്ത ലൈസോസോംസ് ഹെൽപ്സ് ഇൻ ഡൈജഷൻ ഓഫ് ദ സെൽസ്. ഓക്കെ, ഡൈജഷന് ഹെൽപ്പ് ചെയ്യും ലൈസോസോംസ്, അല്ലെങ്കിൽ സൂസൈഡ് ബാഗ്സ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു സെല്ലിൽ നമുക്ക് കാണാൻ പറ്റും സൈറ്റോപ്ലാസം അല്ലെ? സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ, അതാണ് പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, അല്ലെങ്കിൽ അടുത്തത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, റൈബോസോംസ്, ന്യൂക്ലിയസ് കണ്ടോ, ഈ ഗ്രീൻ കളർ സർഫസ് ന്യൂക്ലിയോളസ് അതിൻ്റെ ഉള്ളിലുള്ളതാണ്. അതൊക്കെ നമ്മൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ പഠിക്കും. സൈറ്റോപ്ലാസം ഈ ഒരു ഓറഞ്ച് കളർ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ്. മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ഈ ഗ്രീൻ കളർ പിഗ്മെന്റ്സ് ആണ് ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിലൊരു വാക്യൂള്, പ്ലാന്റ് സെല്ലിലെ വാക്യൂളും അതുപോലെ തന്നെ സെൽ വാളും എക്സ്ട്രാ ആയിട്ട് ഉണ്ട്. അതാണ് ഇതിന്റെ ഡിഫറൻസ്. ഓക്കെ, ആനിമൽ സെല്ലിനെ പ്ലാന്റ് സെല്ലിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് സെല്ലിൽ എക്സ്ട്രാ നമുക്ക് സെൽ വാളും വാക്യൂളും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നത് can photosynthesis takes place in other part of the plant. ഓക്കെ, ബാക്കിയുള്ള പാർട്സിലും ഫോട്ടോസിന്തസിസ് നടക്കുന്നതാണ്. എന്താണ്? യെസ്, അതെ. ഗ്രീൻ സ്റ്റെം ആൻഡ് ബ്രാഞ്ചസ് ക്യാൻ ഓൾസോ അണ്ടർഗോ ഫോട്ടോസിന്തസിസ്. സ്റ്റെം ഗ്രീൻ ആയിട്ടുള്ള പ്ലാന്റ്സും ബ്രാഞ്ചസ് ഗ്രീൻ ആയിട്ടുള്ള പ്ലാന്റ്സിനൊക്കെ സ്റ്റെമ്മിലൂടെയും ബ്രാഞ്ചസിലൂടെയൊക്കെ ഫോട്ടോസിന്തസിസ് സാധിക്കും. അതാണ് ഡെസേർട്ട് റീജിയനിൽ നമ്മുടെ കാറ്റസ്. ദേ exist there because of the stem produce the food for the plant. സ്റ്റെം ആണ് ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് അവർ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി why the process of photosynthesis is important? എന്തുകൊണ്ടാണ് ഫോട്ടോസിന്തസിസ് ഇമ്പോർട്ടൻ്റ്? No food, there will be no food if the plants stop producing food അല്ലെ? നമുക്ക് പോലും ഫുഡ് കിട്ടത്തില്ല. എന്ത്? പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് നിർത്തുകയാണെങ്കിൽ നമുക്ക് പോലും ഫുഡ് കിട്ടാത്ത ഒരു അവസ്ഥയായിട്ട് മാറും. പ്ലാന്റ് ടേക്ക് കാർബൺ ഡൈ ഓക്സൈഡ്. പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യും ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസിന്റെ പ്രോസസ്സിൽ. ഓക്കെ, ഹെൻസ് വിത്തൗട്ട് ദ പ്രോസസ് നമുക്ക് എന്ത് കിട്ടില്ല? ഓക്സിജൻ കിട്ടില്ല. പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് പുറത്തോട്ട് ഓക്സിജൻ റിലീസ് ചെയ്താലാണ് നമുക്ക് ആ ഓക്സിജൻ എടുക്കാൻ പറ്റുള്ളൂ. പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പോലും ഈ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും പ്ലാന്റ്സിനെ എൻഡേഞ്ചേർഡ് ആക്കരുത്, ഒരിക്കലും അതിനെ നശിപ്പിച്ച് കളയരുത്. അതിനാണ് നമ്മൾ എപ്പോഴും പ്ലാന്റ്സിന് നടാൻ പറയുന്നത്. ഇനി പ്രൊഡ്യൂസിങ് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ബൈ ദ പ്ലാന്റ്സ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്ലാന്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വലിച്ചെടുക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ലൈറ്റും
ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാക്കും? ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് ഉണ്ടാക്കും. ഈ ഫുഡ് എന്തിലൊക്കെ റിച്ച് ആയിരിക്കും? കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഓക്സിജൻ പുറത്തോട്ട് റിലീസ് ചെയ്യും. The carbohydrate thus produced in the plant is converted into starch. അതാണ് പിന്നീട് സ്റ്റാർച്ച് ആയിട്ട് മാറുന്നത്. സ്റ്റാർച്ച് എന്താന്നൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മീൻസ് ക്ലാസ് 6ൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ക്ലോറോപ്ലാസ്റ്റ് എന്താണെന്ന് നോക്കാം. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നേരത്തെ ഫിഗറിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഒരു ഗ്രീൻ കളർ ഓർഗനൽസ് ആണ് ക്ലോറോപ്ലാസ്റ്റ് പ്രസന്റ് ഇൻ പ്ലാന്റ്സ്. ഓക്കെ, they are the food producers of the plant cell. Plant cell food producers ആണ് chloroplast. Chloroplast converts sunlight into sugar and thus it is used by the plant cells. സൺലൈറ്റിനെ ഷുഗർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാന്റ്സ്. ക്ലോറോപ്ലാസ്റ്റ് allow conduction for the process of photosynthesis ഹെൽപ്പ് ചെയ്യും. അബ്സോർബ് സൺലൈറ്റ്, ഇതൊക്കെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, ഇനി can leaf with red and brown or violet color conducts photosynthesis. നമ്മൾ ഗ്രീൻ പ്ലാന്റ്സ് എന്ന് എപ്പോഴും പറയും അല്ലെ? അങ്ങനെയാണെങ്കിൽ വയലറ്റ് കളർ ഇലയുള്ള ചെടികളൊക്കെ ഫോട്ടോസിന്തസിസ് നടത്തും. Yes, the chlorophyll is also present in the leaves. ആ ലീവ്സിലും ക്ലോറോഫിൽ പ്രസന്റ് ആണ്. That are not in green in color, but ആ കളർ ഗ്രീൻ അല്ലാന്നേ ഉള്ളൂ. They are different color because the other pigments are more than the green color pigment in such leaf. ബാക്കി പിഗ്മെന്റ്സ് ആ ടൈപ്പ് ഓഫ് ലീഫുകളിൽ കൂടുതലായിരിക്കും. ഈ ഗ്രീൻ കളറിനേലും മുന്നേ നല്ല ബ്രൈറ്റ് കളേഴ്സ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ആ കളേഴ്സ് പുറത്തോട്ട് വിസിബിൾ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അടുത്ത ആൽഗി കണ്ടെയ്ൻ ക്ലോറോഫിൽ. ആൽഗിക്ക് ക്ലോറോഫിൽ ഉണ്ടോ? ആൽഗി ആർ ഗ്രീൻ കളേർഡ് ഓർഗാനിസം ഫൗണ്ട് ഇൻ ദ സ്റ്റേഗൻ വാൾ. They get their green color from chlorophyll. അവർക്കും ഏതിൽ തന്നെയാണ് ഗ്രീൻ കളർ ഉണ്ടാവുന്നത്? ക്ലോറോഫില്ലിൽ നിന്ന് തന്നെയാണ് ഗ്രീൻ കളർ അവർക്കും ഉണ്ടാവുന്നത്. ഓക്കെ, സിൻസ് they have chlorophyll in them, they are capable of conducting photosynthesis. അവർക്കും ക്ലോറോഫിൽ ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ സാധിക്കും. ഇനി how do plants generate proteins and fats? എങ്ങനെയാണ് പ്ലാന്റ്സ് പ്രോട്ടീൻസും ഫാറ്റ്സും ഒക്കെ ഉണ്ടാക്കുന്നത്? along with carbohydrates. കാർബോഹൈഡ്രേറ്റ്സ് മാത്രമല്ല എന്തിന്റെ കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Plant also produces protein and fat which are formed with the help of nitrogen. നൈട്രജന്റെ ഹെൽപ്പിൽ പ്രോട്ടീൻസും ഫാറ്റ്സും പ്രൊഡ്യൂസ് ചെയ്യും. നൈട്രജൻ is present in large amount in the air but plants cannot consume. നൈട്രജൻ നമ്മുടെ എയറിൽ ധാരാളമായിട്ടുണ്ട്, ബട്ട് ഡയറക്ട്ലി നമുക്ക് അതിന് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് സോയിൽ കണ്ടെയ്ൻ സം ബാക്ടീരിയാസ്. നമ്മുടെ സോയിലിൻ്റെ ഉള്ളിൽ കുറച്ച് ബാക്ടീരിയാസ് ഉണ്ട് വിച്ച് ആർ capable of converting the nitrogen. നമ്മുടെ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ കഴിവുള്ള കുറെ ബാക്ടീരിയാസ് ഉണ്ട്. ഈ ബാക്ടീരിയാസ് എന്ത് ചെയ്യും? ഈ നൈട്രജൻ കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ റൂട്ട് വഴി വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും? ബാക്കിയുള്ള പ്ലാന്റ്സിന്റെ എല്ലാ പാർട്സിലോട്ടും കിട്ടും. ഫെർട്ടിലൈസേഴ്സ്, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫെർട്ടിലൈസേഴ്സും യൂസ് ചെയ്യും, ധാരാളം വളങ്ങളും ഒക്കെ യൂസ് ചെയ്യും. വിച്ച് കണ്ടെയ്ൻ ഹൈ എമൗണ്ട് ഓഫ് നൈട്രജൻ ഈസ് മിക്സ്ഡ് വിത്ത് സോയിൽ. അതും നമ്മുടെ പ്ലാന്റ്സ് യൂസ് ചെയ്യും, അതുപോലെ തന്നെ ബാക്ടീരിയ വഴി യൂസ് ചെയ്യുകയും ചെയ്യും. ഇനി ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് ദാറ്റ് ഡു നോട്ട് കണ്ടെയ്ൻ ക്ലോറോഫിൽ. ക്ലോറോഫിൽ ഇല്ലാത്തവർക്ക് എങ്ങനെയായിരിക്കും ന്യൂട്രീഷൻ? ഓക്കെ, മെനി പ്ലാന്റ്സ് വിച്ച് ഡു നോട്ട് കണ്ടെയ്ൻ എനി ക്ലോറോഫിൽ, ഹെൻസ് ദേ ആർ അണേബിൾ ഓഫ് പ്രിപ്പയറിംഗ് ഫുഡ് ബൈ ദംസെൽഫ്. അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ദേ ആർ ഓൺ അതർ, ദേ ഡിപ്പെൻഡ്, ഇവിടെ റിലേ എന്നല്ല, ഡിപ്പെൻഡ് എന്നാക്കുക, ഓൺ അതർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഫോർ ഫുഡ്. ബാക്കിയുള്ള പ്ലാന്റ്സിനും ആനിമൽസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവർ ജീവിക്കുന്നത്. ആ ടൈപ്പ് ഓഫ് മീൻസ് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിവില്ലാത്ത കുറച്ച് പ്ലാന്റ്സിനെയൊക്കെയാണ് നമ്മൾ പാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. പാരസൈറ്റ്സ് എന്താണ്? പാരസൈറ്റിക് പ്ലാന്റ്സ്. സം പ്ലാന്റ്സ് വിച്ച് ലീവ് ഓൺ അനദർ പ്ലാന്റ് ഫോർ ദ ന്യൂട്രീഷൻ. ഈ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു പ്ലാന്റിന്റെ മേത്ത് കയറി താമസിക്കും. അതിനെയാണ് പാരസൈറ്റ് എന്ന് വിളിക്കുന്നത്. ഏത് പ്ലാന്റിന്റെ മേത്താണോ കയറിയിരിക്കുന്നത് അതാണ് ഹോസ്റ്റ്. അതാണ് കസ്ക്യൂട്ട. നമ്മൾ പറമ്പിലൊക്കെ കാണാൻ സാധിക്കും ഈ കസ്ക്യൂട്ട, പാടത്തൊക്കെ കാണാൻ സാധിക്കും. അടുത്തത് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ഇൻസെക്ട്സിനെ ക്യാപ്ചർ ചെയ്തിട്ട് അതായിരിക്കും കഴിക്കുന്നത്.
അതാണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. സം പ്ലാന്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ഇൻസെക്ട്സ് ഫോർ ഫുഡ്. ദസ് പ്ലാന്റ്സ് ആർ നോൺ as insectivorous. The leaf of these plants are modified into a picture like structure. ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഒരു പിക്ചർ, ഒരു കൊടമൊക്കെ പോലത്തെ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാകുന്നത്. ടോപ്പ് പാർട്ട് ഒരു ലീഫായിട്ട്, ഒരു മൂടി ലെഡായിട്ട് ആക്ട് ചെയ്യും. പിക്ചർ കണ്ടെയ്ൻ ഹെയർ ഇൻ ദ ഡൗൺവേർഡ്സ്. അതിൻ്റെ ഉള്ളിൽ ഹെയറി സബ്സ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി ദ പിക്ചർ ഓൺ ക്യാപ്ചറിങ് ദ ഇൻസെക്ട് സെക്രീറ്റ് സം ഡൈജസ്റ്റീവ് ജ്യൂസ് വിച്ച് ഹെൽപ്പ് ഇൻ ഡൈജസ്റ്റിംഗ് ദ ഇൻസെക്ട്. ഈ എന്തെങ്കിലും ഒരു ഇൻസെക്റ്റ് അതിൻ്റെ ഉള്ളിൽ ട്രാപ്പായി അത് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ധാരാളം ഡൈജസ്റ്റീവ് ജ്യൂസുകളൊക്കെ വരും. അതിനുശേഷം ആ ഇൻസെക്റ്റിനെ ഡൈജസ്റ്റ് ചെയ്യുക പ്ലാന്റ് കഴിക്കും. അതാണ് ദിസ്റ്റിരിയ ആൻഡ് നെപ്പന്തസ്. ഇനി സാപ്രോട്രോപ്സ്. സാപ്രോട്രോപ്സിൽ നമ്മൾ അങ്ങനെ മഷ്റൂമിനെ നമ്മൾ അധികം ഇൻവോൾവ് ചെയ്യത്തില്ല. പൊതുവേ നമ്മൾ പറയുന്നത് ഈ ഗ്രീൻ ആൽഗയാണ്. സം ഓർഗാനിസം വിച്ച് ഡിപ്പെൻഡ് ഓൺ ഡീക്കേയിങ് ഫുഡ് ഓർഗാനിസം. ഡീക്കേയ്ഡ് ഫുഡ് ഓർഗാനിസം ആണ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ സാപ്രോട്രോപ്സ് എന്ന് വിളിക്കുന്നത്. ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഈസ് കോൾഡ്, ആ മോഡ് ഓഫ് ന്യൂട്രീഷനാണ് സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് വിളിക്കുന്നത്. ദ ഓർഗാനിസം സർവൈവ് ബിക്കോസ് ഓഫ് ദ സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ ആർ കോൾഡ് സാപ്രോഫൈറ്റ്സ്. അപ്പോൾ സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ വഴി ജീവിച്ചു പോകുന്ന ഓർഗാനിസം അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? സാപ്രോഫൈറ്റ്സ് എന്ന് വിളിക്കും. മെയിൻലി ബ്രെഡിലൊക്കെ പൂപ്പലിനെയാണ് നമ്മൾ സാപ്രോട്രോപ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. മഷ്റൂം അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്തില്ലെങ്കിലും നമ്മൾ ഇതിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഹൗ ഡു ദേ ഒബ്റ്റെയിൻ ന്യൂട്രീഷൻ? എങ്ങനെയാണ് അവർ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ന്യൂട്രീഷൻ? അവരും ഡൈജസ്റ്റീവ് ജ്യൂസുകൾ സെക്രീറ്റ് ചെയ്യും ഓൺ ദ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ. ഈ ജ്യൂസസ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു എ സൊല്യൂഷൻ. സാപ്രോഫൈറ്റ് അബ്സോർബ് ദ ന്യൂട്രിയൻസ് ഫ്രം ദ സൊല്യൂഷൻ. ആ സൊല്യൂഷൻസ് എങ്ങനെ അബ്സോർബ് ചെയ്യുന്നത്? ഈ ഡൈജസ്റ്റീവ് ജ്യൂസ് വഴിയാണ് സാപ്രോഫൈറ്റ്സ് ന്യൂട്രിയൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഫംഗി, മഷ്റൂം, ഈസ്റ്റ് ഒക്കെ നമ്മുടെ എക്സാമ്പിൾസ് ആണ് സാപ്രോഫൈറ്റ് ദാറ്റ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ സ്റ്റീൽ പിക്കിൾസ്. നമ്മൾ അച്ചാറൊക്കെ പൂപ്പൽ ഒടിച്ചാൽ കാണാൻ പറ്റും. വിച്ച് ഈസ് എക്സ്പോസ്ഡ് ഇൻ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് എൻവയോൺമെന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. അതെന്താന്ന് പറഞ്ഞാൽ 2 or 3 ഓർഗാനിസംസ് അല്ലെങ്കിൽ 2 ഓർഗാനിസംസ് ദേ ലീവ് ടുഗെദർ, ഷെയർ ദെയർ ഷെൽട്ടർ ആൻഡ് ഫുഡ് ഈച്ച് അതർ. ഷെൽട്ടർ ഷെയർ ചെയ്യും, ഫുഡും ഷെയർ ചെയ്തിട്ട് താമസിക്കുമ്പോഴാണ് നമ്മൾ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സം ഫംഗി ലീവ്സ് ഇൻ ദ റൂട്ട് ഓഫ് ദ ട്രീ. ഒരു മരത്തിന്റെ റൂട്ടിൽ കുറച്ച് ഫംഗി താമസിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ദീസ് ഫംഗി ടേക്ക് ഫുഡ് ഫ്രം ദ ട്രീ. ഈ ഫംഗി എവിടെ നിന്നും ഫുഡ് എടുക്കും? ട്രീയിൽ നിന്ന് ഫുഡ് വലിച്ചെടുക്കും. ഇൻ റിട്ടേൺ ഹെൽപ്സ് ദ ട്രീ ഇൻ അബ്സോർബിങ് വാട്ടർ. ഫംഗി എന്തിനു ഹെൽപ്പ് ചെയ്യും? ഈ ട്രീക്ക് വെള്ളവും ന്യൂട്രിയൻസും അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. മീൻസ് രണ്ടുപേരും പാലോട്ട് അങ്ങാടും ഇങ്ങാടും നല്ല ഇഷ്ടത്തോടുകൂടി ജീവിക്കും. അതാണ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. ഒരാളൊരു പാലിടുമ്പോൾ മറ്റേ ആൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു രീതിയിൽ ഹെൽപ്പും ചെയ്ത് കൊടുക്കും. അതാണ്. Sometimes an organism contain chlorophyll. ഇപ്പൊ ആൽഗേൻ്റെ ഇത് കൺസിഡർ ചെയ്യുക. ലീവ്സ് ഇൻ അസോസിയേഷൻ വിത്ത് ഫംഗസ്. ഫംഗസ് ആയിട്ടാണ്, ഒരു ലൈക്കനൊക്കെ ആയിട്ടാണ് ജീവിക്കുന്നത് കൂടെ. ആൽഗെ പ്രൊവൈഡ് ഫുഡ് ആൻഡ് ന്യൂട്രിയൻസ് അല്ലേ? ഫംഗസിന് നമുക്ക് ഗ്രീൻ പ്ലാന്റ്സ് അല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആൽഗി പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് കൊടുക്കും. ഫംഗസ് എന്ത് പ്രൊവൈഡ് ചെയ്യും? ഫംഗസ് പ്രൊവൈഡ് വാട്ടർ ആൻഡ് മിനറൽസ് ആൻഡ് ഷെൽട്ടർ ടു ദ ആൽഗെ. വാട്ടറും മിനറലും ഷെൽട്ടറും കൊടുക്കും ആൽഗയ്ക്ക്. അപ്പോഴാണ് ഒരു ലൈക്കൻ ഉണ്ടാവുന്നത്, ഫംഗസും ആൽഗയും കൂടി ചേർന്നിട്ട്. ഓക്കെ, ഇനി replenishing the soil with nutrition. Plants get nutrition from the soil, hence there is a need to replenish. എപ്പോഴും ഈ പ്ലാന്റ് സോയിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുത്ത് കുറെ നാൾ കഴിയുമ്പോൾ അതൊക്കെ ഇല്ലാണ്ടായി പോവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് മാനുവേഴ്സ്. വളമൊക്കെ യൂസ് ചെയ്യും അല്ലേ? നമ്മളിവിടെയൊക്കെ ചാണാനൊക്കെ മിക്സ് ചെയ്ത് ശരിയാക്കുമ്പോൾ സോയിൽ നല്ല ഫെർട്ടൈൽ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും, ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യും. ദേ കണ്ടെയ്ൻ, അതിലൊക്കെ എന്താണ് അടങ്ങിയിരിക്കുന്നത്? പൊട്ടാസ്യം, ഫോസ്ഫറസ് ആൻഡ് നൈട്രജൻ. ഓക്കെ, ഇനി എ ബാക്ടീരിയം കോൾഡ് റൈസോബിയം. ഒരു ബാക്ടീരിയ ഉണ്ട്, റൈസോബിയം എന്നാണ് അതിന്റെ പേര്.
is present in the soil, which can convert nitrogen present in the form that can be consumed by the plant. നൈട്രജനെ കൺസ്യൂം ചെയ്യും. എങ്ങനെ? നൈട്രജനെ കൺവേർട്ട് ചെയ്തിട്ട് പ്ലാന്റിലോട്ട് കൊടുക്കും. അതാണ് റൈസോബിയത്തിന്റെ ഡ്യൂട്ടി. റൈസോബിയം ജനറലി ലീവ്സ് ഇൻ ദ റൂട്ട്സ് ഓഫ് ദ പ്ലാന്റ്. റൂട്ടിലാണ് റൈസോബിയം ജീവിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എ സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ് റൈസോബിയവും ഈ പ്ലാന്റും കൂടി കാണിക്കുന്നത്. ഫാമേഴ്സ് ഓഫൺ ഡു നോട്ട് need to use fertilizers while growing such crops. ഈ ഇതുപോലുള്ള ക്രോപ്പുകൾ ഗ്രോ ചെയ്യാനായിട്ട് അപ്പോൾ ഫാമേഴ്സിന് ഫെർട്ടിലൈസേഴ്സിൻ്റെ ആവശ്യമൊന്നും വേണ്ടി വരില്ല. കാരണം ഓൾറെഡി നൈട്രജൻ കൊടുക്കാനായിട്ട് റൈസോബിയം ബാക്ടീരിയ ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ്? കണ്ടോ, ഇതുപോലെ റൂട്ടിലും ഒരു ബാക്ടീരിയ, റൈസോബിയം ബാക്ടീരിയയും കൂടി ജീവിക്കുമ്പോൾ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ലെസൺ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ന്യൂട്രീഷൻ ഇൻ ആനിമൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ ID-യിലോ ഏതെങ്കിലും ഒന്നിലും മെസ്സേജ് അയച്ചാലും മതി. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ഡൗട്ട്സോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.